പേടിക്കണ്ട ആരും പോവല്ലേ, ഇത് നമ്മുടെ സ്വന്തം പ്രേതക്കുട്ടനാണ്. അപ്പൊ പിൻട്രസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഐറ്റത്തെ കണ്ടത്. അപ്പൊ എന്റെ കയ്യിലാണെങ്കിൽ ഓൾഡിറ്റിന്റെ ഒരു ക്ലേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി എന്തുണ്ടാക്കുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ക്ലേ പോയി എടുത്തിട്ട് നമ്മളത് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ചെയ്യാൻ നിന്നപ്പോണ്ടല്ലോ വിചാരിച്ച പോലെ അത്ര അങ്ങോട്ട് എളുപ്പമായില്ല. പക്ഷെ ആദ്യമേ ലാസ്റ്റ് ചെയ്ത പ്രോസസ്സ് യൂസ് ചെയ്യാനെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഓരോന്നാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. എന്തൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് റെഡി ആവുന്നില്ല. ഓരോന്നിന്റെ തലമ കൊണ്ട് ഇത് ഞാൻ വെച്ച് നോക്കി, എന്നിട്ട് അങ്ങോട്ട് റെഡി ആവുന്നില്ല. ലാസ്റ്റ് എല്ലാം കൂടെ ചുരുട്ടി ഉരുട്ടി പിന്നെ വേറൊരു ടൈം മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് കമന്റ്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഓരോന്ന് വായിക്കുമ്പോൾ. നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കമന്റ്സും ഞാൻ വായിക്കാറുണ്ട്. ഞാൻ കാണുന്ന കമന്റ്സിനൊക്കെ ഞാൻ റിപ്ലൈയും തരാറുണ്ട് കേട്ടോ. അപ്പൊ ബൈ ദ ബൈ നമ്മുടെ പ്രേതക്കുട്ടൻ ലാസ്റ്റ് ഞാൻ ടൂൾ എടുത്തു. വേറൊരു രക്ഷയില്ല. മേ ബി ഇത് ഉണ്ടാക്കാൻ വേണ്ടി വേറെ മെത്തേഡൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കറിയാവുന്ന മെത്തേഡല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഞാനിതാ ഈ മെത്തേഡാണ് യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് 2 കണ്ണ് വരച്ചു കൊടുക്കാം. വരക്കാൻ ഞാൻ വലിയൊരു സംഭവം അല്ലെങ്കിലും പിന്നെ 2 കുത്തിട്ട് കൊടുക്കാൻ നമുക്ക് വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ. അപ്പൊ പ്രേതക്കുട്ടനെ നമ്മൾ കണ്ണൊക്കെ വരച്ചു കൊടുത്ത് നല്ല കുട്ടാപ്പിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. വേറൊന്നല്ല, നമ്മുടെ പംകിൻ ഇല്ലാത്ത എന്തൊരു പ്രേതക്കുട്ടൻ. അപ്പൊ ഒരു പംകിൻ കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് പംകിൻ ഉണ്ടാക്കി വന്നപ്പോൾ തലനേക്കാളും വലിയൊരു പംകിൻ ആയോ എന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ അത് കളഞ്ഞിട്ട് വേറൊന്നും ഉണ്ടാക്കി. ഇത് ചെറുതായിട്ട് ക്യാമറയിൽ നിന്ന് തെന്നി മാറി പോയിട്ടുണ്ട്. പക്ഷെ ഇനി ഒന്നും ചെയ്യാനില്ല, ആകെ ഈ ഒരു ഷോട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ ഇത് ബാക്കിയുള്ള ക്ലേ പോലെ അല്ലാട്ടോ, ഇത് വേഗം ഉറച്ചു കിട്ടിയേ, നല്ലോണം ഉറപ്പുണ്ടായിരുന്നു. ആകെ കുറച്ച് സമയം എടുത്തിട്ടുള്ളൂ ഇത് ഉറക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പെയിന്റ് അടിക്കാൻ പറ്റി. പിന്നെ ഇത് പെയിന്റ് അടിക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് അടിക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ വൃത്തി ഉണ്ടാവും. ഞാനാണെങ്കിൽ ആകെ 1-2 കോട്ട അടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു വൃത്തികേട് അതിനുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ ക്യാമറയിൽ നിന്ന് തെന്നി മാറി പോകുന്നുണ്ട്, വിഷയാക്കരുത്. അപ്പൊ ദാ നമ്മുടെ പ്രേതക്കുട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ പുക വരുന്നത് എങ്ങനെയെന്നല്ലേ, താഴ്ഭാഗത്ത് ഹോൾ ഉണ്ടല്ലോ, ഹോളിന്റെ അടിയിൽ നമ്മളൊരു ചന്ദനത്തിരി കുത്തിവെച്ചു. അപ്പൊ അതിൽ നിന്ന് വരുന്ന പുകയാണ് ഈ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.